മിനിമം എല്ലാവരും 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ 4-5 നേരം കഴിക്കുന്നവരുണ്ട്. ശരിക്കും നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? പഴയ കാലത്ത് എന്ന് പറയുമ്പോൾ പൂർവികര് വേട്ടയാടി നടന്ന സമയം കേട്ടോ. അന്നൊന്നും ഈ പറയുന്ന 3 നേരം ഒന്നുമല്ല ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ 1 നേരമായിരിക്കും കിട്ടുക, ചിലപ്പോൾ അതും കിട്ടില്ലായിരിക്കും. അപ്പോഴാണോ വേട്ടയാടി ഒരു മൃഗം കിട്ടുന്നത്, അപ്പോഴാണ് ഫുഡ് ഉള്ളൂ. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് നമുക്ക് രാവിലെ കഴിക്കുമ്പോൾ അറിയാം ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടുന്നുള്ളത്, ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ അറിയാം വൈകുന്നേരം കിട്ടുന്നുള്ളത്. അങ്ങനെ 3 നേരം നമുക്ക് ഭക്ഷണം കിട്ടുന്ന എന്തായാലും അറിയാം. ശരിക്കും നമ്മൾ എത്ര നേരം കഴിച്ചു എന്നുള്ളതില്ല, എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിനാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, മിനറൽസ്, കാലറി ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ 2 മീലിൽ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 4 ചെറിയ മീലിൽ കിട്ടുമായിരിക്കും. ശരിക്കും അത് മതി. അപ്പോൾ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നതിൽ ഫിക്സ് ചെയ്യാതെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് നോക്കുക. നിങ്ങളുടെ ബോഡിക്ക് എന്താണ് ആവശ്യമുള്ളത് അത് മാത്രം കൊടുത്താൽ മതി. ചിലവര് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലര് ഒരു തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അവർക്കുള്ളത് ഡിഫറന്റ് ആണ്, വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്കുള്ളത് ഡിഫറന്റ് ആണ്. എല്ലാവർക്കും ഫിറ്റ് ആവുന്ന രീതിയിലൊന്നും ഡയറ്റ് ഒന്നുമില്ല. ഓരോ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എന്താണോ, അവരുടെ ബോഡി എന്താണോ ആവശ്യപ്പെടുന്നത് അത് മാത്രം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ എക്സസൈസ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് ബോഡി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബോഡി സ്റ്റോർ ചെയ്ത് വെക്കാതിരിക്കാൻ നോക്കുക. ഈ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴാണ് പല ലൈഫ് സ്റ്റൈൽ ഡിസീസസും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എപ്പോഴും ക്വാളിറ്റി ആണ് ഇമ്പോർട്ടന്റ്, ക്വാണ്ടിറ്റിനേക്കാളും.